പാഠം 949 വ്യവസ്ഥകൾ പലവിധം. മലയാളികളുടെ ഇടയിൽ കുടുംബസമാധാനം കുറയുന്നു. ശരാശരി മലയാളി കുടുംബങ്ങളിൽ പണ്ടുണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം കുറഞ്ഞു വരുന്നതായി പഠനം. ജീവിത ചിലവുകൾ കൂടിയതും തൊഴിൽ സ്ഥലങ്ങളിലെ മാനസിക സമ്മർദ്ദം കൂടിയതുമൊക്കെയാണ് ഇതിന് കാരണമെന്ന് കരുതുന്നു. ആളുകൾക്ക് ആർത്തിയല്ലേ, പിന്നെ എങ്ങനെ ജീവിത ചിലവ് കൂടാതിരിക്കും? നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടാൻ സാധ്യത. പുതിയ നികുതി നിരക്കുകൾ നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇനിയും കൂടിയേക്കും. അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വലയിലാക്കാൻ വിജിലൻസ് പദ്ധതി തയ്യാറാക്കുന്നു. അങ്ങനെ വേണം. കൈക്കൂലിക്കാരായ സകലരുടെ ഭാഗത്തായാലേ ഈ നാട് നന്നാവൂ. ഗോവിന്ദൻകുട്ടി, എന്താ സാറേ? ഒന്ന് വരൂ. എന്താ സാറേ? ഞാൻ ഗോവിന്ദൻകുട്ടി ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഈയിടായി ഗോവിന്ദൻകുട്ടി മുഴുവൻ നേരവും മദ്യപിച്ചാണ് നടക്കുന്നതല്ലേ? സാറിനോട് ഇതാരാ പറഞ്ഞേ? കള്ളവാ സാറേ? ഒരിക്കലുമല്ല. ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ വിലാസിനെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. രാവിലെ 7 മണി കഴിയുമ്പോൾ ഗോവിന്ദൻകുട്ടി വീട്ടിൽ നിന്നിറങ്ങുമെന്നും കുന്നും പുറത്തെ റപ്പായുടെ അടുത്ത് പോയി വാറ്റ് ചാരായം കുടിക്കുമെന്നൊക്കെയാണ് വിലാസിനി എന്നോട് പറഞ്ഞത്. വല്ലപ്പോഴും ഒരിക്കലേ പണിക്ക് പോകൂ. പണിക്ക് പോയാൽ തന്നെ കിട്ടുന്ന കാശിന് മുഴുവൻ കുടിക്കും. ഒരു 5 പൈസ പോലും വീട്ടിൽ കൊടുക്കില്ല. വീട്ടുകാരികളൊക്കെ നോക്കുന്ന വിലാസിനിയാണ് എന്നൊക്കെയാണ് വിലാസിനി എന്നോട് പറഞ്ഞത്. കള്ളു കുടിക്കും എന്ന് പറഞ്ഞത് നേരാ സാറേ. എങ്ങനെയാ കുടിക്കാതിരിക്കുന്നത്? എന്താ മനുഷ്യന് മനസ്സമാധാനം ഇല്ലാണ്ടായ കുടിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ഗോവിന്ദൻകുട്ടിക്ക് എന്താ ഇത്ര മനസ്സമാനക്കേട്? സത്യം പറയാലോ സാറേ, വിലാസിനിക്ക് എന്നെ ഒരു വിലയില്ല. ഞാൻ പറയുന്ന ഒന്നും അവൾ അനുസരിക്കില്ല. ധിക്കാരം പറച്ചിലാണെങ്കിലോ സഹിക്കില്ല. അല്ല, അതിന്റെ പേരിൽ ഗോവിന്ദൻകുട്ടി വാറ്റുചാരായം കുടിച്ചിട്ട് എന്താണ് കാര്യം? ഗോവിന്ദൻകുട്ടിയുടെ പണവും ആരോഗ്യവും അല്ലേ പോകുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും സാറേ? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ധിക്കാരം പറയുന്ന കെട്ടിയോടെ കരണക്കുറ്റിക്ക് നോക്കി ഒന്ന് പൊട്ടിക്കാമായിരുന്നു. ഇപ്പൊ അത് നടക്കില്ലല്ലോ. തല്ലുന്നത് പോയിട്ടൊന്ന് ഉറക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൾ കൊണ്ടുപോയി കേസ് കൊടുക്കില്ലേ? ഞാൻ അകത്തും പോവും. കെട്ടികളുടെ മുമ്പിൽ വിലയില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് എന്താ കാര്യം സാറേ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവൾ എന്നെ ആക്ഷേപിക്കും. അയ്യേ, എത്രയെന്ന് കരുതിയാ ഞാൻ സഹിക്കുന്നത്? ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നും ഞാനൊരു മുഴുക്കുടിയനാണെന്നും അവള് സാറിനോട് പറഞ്ഞില്ലേ? അപ്പൊ സാറിന്റെ മുന്നിൽ ഞാൻ മോശക്കാരനായി. ഇതാണ് അവളുടെ കുഴപ്പം. എന്നാലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലേ ഗോവിന്ദൻകുട്ടി? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാതെ റെപ്പായുടെ അടുത്ത് പോയി ചാരായം കുടിച്ചിട്ടെന്തിനാ? മോനേട്ടാ, എന്താ വിളിച്ചത്? വിളിച്ചിട്ട് കുറെ നേരമായി. എവിടെയായിരുന്നു? എന്തെങ്കിലും ആവശ്യമുണ്ടാണല്ലോ വിളിക്കുന്നത്. നോക്ക, വിളിച്ചാൽ അപ്പൊ തന്നെ വേണ്ടേ? എനിക്ക് സൗകര്യമില്ലായിരുന്നു. മോഹനേട്ടനെ വഴിയെ പോകുന്ന ആളുകളോട് ചരിത്രം പറഞ്ഞോണ്ടിരുന്നാ മതി. എനിക്ക് അടുക്കളയിൽ വേറെ പണിയുണ്ട്. ചുമ്മാ മനുഷ്യൻ എടുക്കുന്ന ഓരോ കാര്യമായിട്ട് വന്നു. സാറേ, സാർ വരുന്ന എവിടെ? പൈസ അതിന് മാറ്റി കാണും. നല്ല ചൂടോടെ ഒരെണ്ണ അടിച്ച ഈ വിഷമം അങ്ങ് മാറിക്കോളും. കളിച്ചു കളിച്ച് അത്രയ്ക്കായോ? എന്താ മോനേട്ടാ നീ എന്താ പറഞ്ഞിട്ട് പോന്നെ? ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് അടുക്കള ഒരുപാട് ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞെന്താ സത്യമല്ലേ?
രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം മുഴുവൻ കഴുകണം, മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും തേക്കണം, ഉച്ചയൂണും കറിയും ഉണ്ടാക്കണം, എന്നിട്ട് അതോ ചോറ്റു പാത്രത്തിലാക്കി തരണം. ഇതെല്ലാം 9:30 മുന്നേ നടക്കാൻ വേണ്ടേ? വേണ്ടേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതാണല്ലോ മോനേട്ട ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഗോവിന്ദൻകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടതല്ലേ? അതെ. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താവിനെ കളിയാക്കുന്നത് അന്തസ്സുള്ള ഭാര്യമാർ ചെയ്യുന്ന കാര്യമാണോ? മറ്റൊരാളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയോട് മെക്കിട്ട് കയറുന്നത് എവിടുത്തെ അന്തസ്സാണ്? ഞാൻ മെക്കിട്ടേറില്ല. നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചേ ഉള്ളൂ. അതെങ്ങനെ മെക്കിട്ടേറ്റാവും? എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതങ്ങനെ കളിയാക്കലോ? എന്തായാലും നീ കാണിച്ചത് വൃത്തികളാ. ആ ഗോവിന്ദൻകുട്ടി ഇനി ഈ നാട്ടുകാരോട് എന്തൊക്കെയായിരിക്കും പറയുക? മോനെടുത്ത് താന്റെ ഭാര്യയ്ക്ക് സാറിന് ഒട്ടും വിലയില്ല എന്നല്ലേ? നീ ഒരു ധിക്കാരിയും അഹങ്കാരിയുമാണെന്ന് ഗോവിന്ദൻകുട്ടി പറയില്ലേ? എന്നെ പറ്റി ആളുകൾ എന്തു പറയുന്നു എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. അതെന്റെ പ്രശ്നവും അല്ല. പക്ഷേ നാട്ടുകാർ എന്നെ പറ്റിയും നിന്നെ പറ്റിയും എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ പിന്നെ അതിനനുസരിച്ച് പെരുമാറണം. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ ഭാര്യയോട് മാന്യമായിട്ട് പെരുമാറി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഭാര്യ മാന്യമായിട്ട് പെരുമാറും. മോഹനയുടെ ഒരു ധാരണയുണ്ട്, ഭർത്താവ് എന്ത് പറഞ്ഞാലും പഞ്ചമുച്ച വടക്കി നിന്ന് അനുസരിക്കലാണ് ഭാര്യയുടെ ജോലിയെന്ന്. അത് പണ്ട്. ഇക്കാലത്ത് വിവര വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണും ഇതൊന്നും വകവെച്ച് തരില്ല. ഇനി ആ ഫോൺ എടുക്കാൻ ഞാൻ തന്നെ പോണം മോനട്ടാ. എനിക്ക് ആരും തന്നെ ഒരു പണി എടുക്കുക. ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ, ആരാണ്? സാർ, ഞാൻ ലിസിയ. ഏത് ലിസി? ഏലിയസ് ഇച്ചായന്റെ. ആഹാ, ലിസി. എന്തൊക്കെയുണ്ട് ലിസി വിശേഷങ്ങൾ? ഏലിയാസ് അവിടെ ഇല്ലേ? ഉണ്ട് സാർ. ലിസിയുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല സാർ. പിന്നെ ഫിനാൻസ് കമ്പനിയല്ലേ, അതിന്റെ ഒരു ടെൻഷനുണ്ട്. ഞാൻ വിളിച്ചത് എന്റെ ഒരു കാര്യം പറയാനാ. എന്താ? ഒരു കേസിന്റെ കാര്യ. സത്യഭാമ വാദിക്കുമെങ്കിൽ നന്നായിരുന്നു. ഞങ്ങളുടെ ഓഫീസിലെ കേസൊക്കെ വാദിക്കുന്നത് അഡ്വക്കേറ്റ് സത്യശീലനാ. പക്ഷേ അങ്ങേർക്ക് ഭയങ്കര തിരക്കാ, ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കരുതി സത്യഭാമ പരിചയമുണ്ടല്ലോ, സത്യഭാമ ആവട്ടെ എന്ന്. അല്ല, അതിപ്പോ സാർ ഒന്ന് പറയണം സത്യഭാമയോട്. കേസ് വാദിക്കുന്നത് സത്യഭാമയാണെങ്കിൽ എന്റെ ടെൻഷൻ കുറയും. ഞാൻ നേരിട്ട് അവിടെ വന്ന് കാണാം. സാർ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വരാം. സാറും കൂടി ഉണ്ടെങ്കിൽ സത്യഭാമയോട് സംസാരിക്കാൻ എളുപ്പമുണ്ടല്ലോ. ശരി, വന്നോളൂ. ഞാൻ കൃത്യം 9:32 ഇവിടുന്ന് പുറപ്പെടുന്ന കാര്യം മറക്കണ്ട. അതിനു മുമ്പ് എത്താ സാർ? ഏലിയസിനെ അന്വേഷിച്ചെന്ന് പറയൂ. പറയാം സാർ. ശരി. ഈ കേസ് വെച്ച് ഒന്ന് വിലപേശ് നോക്കിയാലോ? ആമേ, നിനക്ക് ഇപ്പൊ കേസുകളൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ നിന്റെ ജോലിക്കാര്യത്തിൽ സഹായിക്കാറില്ല എന്നാണല്ലോ നീ പറയാറുള്ളത്. ഇന്ന് ഞാൻ നിനക്കൊരു കേസ് പിടിച്ചു തരും. പക്ഷേ എനിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, അത് നീ സമ്മതിക്കണം. കമ്മീഷൻ വേണോ? അല്ല, എനിക്ക് കേസ് പിടിച്ചിരുന്ന ബ്രോക്കർമാർക്ക് ഞാൻ കമ്മീഷൻ കൊടുക്കാറുണ്ടേ, അതുകൊണ്ട് ചോദിച്ചത്. എനിക്ക് നല്ല അന്തസ്സുള്ള സർക്കാർ ജോലിയും മാന്യമായ ശമ്പളവും ഉണ്ട്. നിന്റെ കമ്മീഷൻ എനിക്ക് ആവശ്യമില്ല. പിന്നെ എന്താണാവോ അങ്ങേക്ക് വേണ്ടത്? നിന്റെ ധിക്കാരം നിർത്തണം. ഞാൻ എന്ത് ധിക്കാരം കാണിച്ചതാണ് മോഹനേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്? എല്ലാ വീടുകളിലും ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കണം കാര്യങ്ങൾ. എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ മോഹനേട്ടനെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞ എന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിലേ പണ്ടേ മോഹനേട്ടനെ കളഞ്ഞിട്ട് പോയനെ. അത് മറ്റ് സ്ത്രീകളെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ. താലൂക്ക് ഓഫീസിലെ ഏലിയാസിന്റെ ഭാര്യ ലിസി നിനക്ക് അറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഏലിയാസും ലിസിയും തമ്മിൽ എന്ത് സ്നേഹത്തിലാണ് കഴിയുന്നത് നിനക്കറിയാമോ? സത്യത്തിൽ ലിസി ഏലിയാസിനോട് പെരുമാറുന്നത് കണ്ടാൽ നീ ഞെട്ടും. അത്രയധികം ബഹുമാനം. അത് എന്തുകൊണ്ടാന്ന് മോഹനേട്ടൻ അറിയാം? എന്തുകൊണ്ടാ? എന്നാ ഞാൻ പറഞ്ഞു തരാം. ഏലിയ സാറ് ഒരു മാന്യനും മര്യാദക്കാരനും ആയതുകൊണ്ട് ലിസിയോട് ചോദിക്കാതെ ഏലിയ സാർ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഏത് ഭാര്യയും ബഹുമാനിക്കും.
ഹോ, ഇവിടുത്തെ കാര്യം പറയണോ? മോഹനേട്ടൻ ഇഷ്ടമല്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മോഹനേട്ടനോട് കിടാൻ വരും. ഞാൻ നിന്റെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് എതിര് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും കാണും. മോഹനേട്ടന് മാത്രം മനസ്സിലാവുന്ന ഒരു കാരണം. അതുപോട്ടെ, കേസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താ? ലിസി ജോലി ചെയ്യുന്നത് മാത്തച്ഛന്റെ ഫിനാൻസ് കമ്പനിയിലാണല്ലോ. അവരുടെ കേസൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് സത്യശീലൻ വക്കീലാണല്ലോ. അയാൾക്ക് എന്തോ തിരക്കുണ്ട്. അതുകൊണ്ട് നിന്നെ വേണമെങ്കിൽ കേസ് ഏൽപ്പിക്കാം എന്ന്. എനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം നോക്കുന്നത്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലിസി വേറെ വക്കീലിനെ നോക്കും. കാരണം ഞാനും ഏലിയാസും തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് ലിസിക്ക് അറിയാം. ഞാനിപ്പോ എന്താ വേണ്ടത്? ലിസി അവരുടെ ഭർത്താവിനോട് പെരുമാറുന്നത് പോലെ നീയും എന്നോട് ബഹുമാനത്തോട് പെരുമാറും. മോഹനേട്ടാ, ഈ ബഹുമാനം എന്നുള്ളത് ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല. ഒരാളുടെ പ്രവൃത്തി അനുസരിച്ച് അയാൾക്ക് താനെ കിട്ടേണ്ടതാണ്. ലിസി ഏലിയ സാറിനെ ബഹുമാനിക്കുന്നുണ്ടത് ഏലിയ സാറിന്റെ കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ടാ. ആദ്യം മോഹനേട്ടൻ ഈ സ്വഭാവം ഒന്ന് മാറ്റും. അപ്പൊ ബഹുമാനമൊക്കെ താനെ വന്നോളൂ. അപ്പൊ ലിസിയുടെ കേസ് നിനക്ക് വേണ്ടെന്നാണ് നീ പറയുന്നത്? കേസ് വേണ്ടതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേസ് കിട്ടാനും വാദിക്കാനും ഒക്കെ ആയിട്ടാണല്ലോ ഞാൻ ഈ വക്കീലാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. പക്ഷെ മോഹനേട്ടൻ ഈ പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് കേസ് വാദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലിസിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയാലോ, ഏലിയാസ് പറയുന്നതിനപ്പുറം ലിസി പോവില്ല. ഞാൻ പറയുന്നതേ ഏലിയാസ് കേൾക്കൂ. അതുകൊണ്ട് ഈ കേസ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന അനുസരിക്കണം. മോഹനേട്ടൻ പറയുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? മോഹനേട്ടനെ അനുസരിക്കണം, മോഹനേട്ടനെ ബഹുമാനിക്കണം, മോഹനേട്ടനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് ഞാൻ സമ്മതിക്കണം. ഇതൊക്കെയല്ലേ? എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ മോഹനേട്ടനെ അനുസരിക്കാറുണ്ട്. ആവശ്യത്തിനുള്ള ബഹുമാനം എനിക്കുണ്ട്. പക്ഷെ അതൊന്നും മോഹനേട്ടന് ബോധ്യമാവുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? നിനക്ക് എന്നോട് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദൻകുട്ടിയുടെ മുന്നിൽ വെച്ച് നീ അങ്ങനെ പറയില്ലായിരുന്നു. മോഹനേട്ടൻ ഈ പറയുന്ന പോലെ തന്നെയൊന്നും ഞാൻ ഗോവിന്ദൻകുട്ടി മുന്നിൽ വെച്ച് പറഞ്ഞിട്ടേ ഇല്ല. അത് നീ പറഞ്ഞാ മതിയോ? നീ പോയി കഴിഞ്ഞപ്പോ അയാൾ എന്നോട് എന്താ പറഞ്ഞറിയാമോ? സാറേ, വീട്ടിൽ മനസ്സമായില്ലെങ്കിൽ എന്നോട് വന്നാൽ മതി, റപ്പായിന്റെ അടുത്ത് വാറ്റാരാൻ മേടിച്ച് കുടിച്ചിട്ട് പോവാന്ന്. അതെന്തായാലും കൊള്ളാം. എന്തുകൊണ്ടാണ്? നീ ഒരാൾ കാരണമല്ലേ അയാൾ അങ്ങനെയൊക്കെ പറയുന്നത്. കുത്തം വിളിക്കുന്നുണ്ടല്ലോ. ഏതോ പുതിയ കേസുമായിട്ടാണ് വരവെന്ന് തോന്നുന്നു. മോഹനേട്ട സഹായിച്ചില്ലെങ്കിലും എനിക്ക് കേസ് കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായില്ല. നമസ്കാരം വക്കീലേ. ഞാൻ പ്രകാശനെ കണ്ടിരുന്നു. അവൻ ആകപ്പാടെ ദാരിദ്ര്യത്തിലാണ്. ബാക്കി ഫീസ് അടുത്ത മാസം തരാന്ന് പറഞ്ഞു. ഞാൻ കരുതി ഉത്തമം വന്നത് എന്തോ പുതിയ കേസുമായിട്ടാണെന്നാണ്. ഇതിപ്പോ വിധേയ കേസിന്റെ ഫീസ് ഇല്ലാന്ന് പറയാനാണ് ഇങ്ങോട്ട് പോകുന്നത്. അടുത്ത മാസം തരും വക്കീലേ. പ്രകാശൻ ഒരു കാര്യം പറഞ്ഞതാണ്. നമസ്കാരം സാർ. നമസ്കാരം. മാത്തച്ഛൻ ചേട്ടന്റെ ഫിനാൻസ് കമ്പനിയെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താണ്? മാത്തച്ഛൻ ചേട്ടൻ ജൂബിലി ഫിനാൻസ് ആണ്. എന്റെ പൊന്നെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കമ്പനി അല്ലേ? എന്ത് സാറേ കാര്യം? ചില ഭാഗ്യങ്ങൾ വരുമ്പോൾ ചിലർക്ക് അത് മനസ്സിലാവില്ല. അത്തരക്കാർ അനുഭവിക്കും. എന്താണ് സാർ സംഭവം? ജൂബിലി ഫിനാൻസിന്റെ കേസൊക്കെ വാദിച്ചുകൊണ്ടിരുന്നത് ഒരു സത്യശീലൻ വക്കീലാണ്. ഇപ്പോ അയാൾക്ക് എന്തോ സമയക്കുറവുള്ളത് കൊണ്ട് വേറൊരു വക്കീലിനെ അന്വേഷിക്കും. താലൂക്ക് ഓഫീസിലെ ഏലിയാസിന്റെ ഭാര്യ ലിസി ആണല്ലോ അവിടുത്തെ മാനേജർ. എനിക്കറിയാം. ഭാമയെ കാണാൻ ലിസി ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, അപ്പൊ വക്കീലിന് കോൾ അടിച്ചല്ലോ. പക്ഷേ ഭാമയ്ക്ക് ആ ബോധമില്ല. ആ കേസൊന്നും വലിയ കാര്യമല്ല എന്നാണ് ഭാമ പറയുന്നത്. ഞാനും ഏലിയാസും തമ്മിലുള്ള അടുപ്പം കാരണമാണല്ലോ ലിസി ആ കേസ് ഭാമയ്ക്ക് കൊടുക്കാമെന്ന് ആലോചിച്ചു തന്നെ. പക്ഷേ അത് സമ്മതിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഭാമ കേസ് ബാധിച്ചു തന്നെ. എന്നെ തോപ്പിക്കണോ? വക്കീലേ, വക്കീൽ എന്ത് പണിയാണ് കാണിച്ചത്? ജൂബിലി ഫിനാൻസുകാരുടെ കേസ് വേണ്ടെന്ന് വെച്ചാ? ഞാൻ വേണ്ടതൊന്നും വെച്ചിട്ടില്ല. പക്ഷെ മോഹനേട്ടൻ പറയുന്ന പോലൊക്കെ നടന്നാലേ എനിക്ക് കേസ് പിടിച്ചിരുന്നു പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്?
എന്റെ വക്കീലെ, ഇക്കാര്യത്തിൽ വാശി കാണിക്കരുതേ. നല്ല ഒന്നാം തരം കോളല്ലേ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ ജൂബിലി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നല്ല ഒന്നാം തരം സ്ഥാപനമാണ്. അവർക്ക് ഓരോ ദിവസവും എത്ര കേസാണ് ഉണ്ടാവണേന്ന് അറിയാമോ? അവരുടെ വക്കീലായി കഴിഞ്ഞാൽ പിന്നെ വേറെ കക്ഷി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ വക്കീലിന്. മോഹനേട്ടൻ പക്ഷെ സമ്മതിക്കണ്ടേ ഉത്തമ? വക്കീലെ, ഇവിടെ ഉപയോഗിക്കേണ്ടത് ബുദ്ധിയാണ്. മോഹനേഷ് സാറ് ഏലിയ സാറിനോട് പറഞ്ഞാൽ ഏലിയ സാർ അത് ലിസിയോട് പറയും. ലിസി തീരുമാനിച്ചാൽ കേസ് അത്രയും വക്കീലിന് കിട്ടും. ഇത്രയും നല്ലൊരു കോൾ ഒത്തു വരുമ്പോ സാറിന്റെ മുമ്പിൽ ഒന്ന് താന്നു കൊടുത്താ എന്താണ്? വേറെ ആരും സ്വന്തം ഭർത്താവല്ലേ? സാറ് പറയുന്നതൊക്കെ ശരിയാണ് എന്തൊക്കെ സമ്മതിച്ചു കൊടുത്താ പോരെ? ആ കാര്യം സാറ് വക്കീൽ മാത്രമല്ലേ അറിയൂ. ഒരു കേസ് വാദിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവര് ബാക്കി കേസ് വക്കീലിനെ തന്നെ ഏൽപ്പിക്കും. ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ സാറിന്റെ അടുത്ത് രണ്ടെണ്ണം തിരിച്ചു പറയാലോ. ലിസി വരുന്നതിന് മുമ്പ് സാറിനെ സോപ്പിട്ട വക്കീലിന് കൊള്ളാം. ആ പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ് സാറിന്റെ അടുത്ത് പറയല്ലേ. എന്നാ പിന്നെ ഞാൻ വരട്ടെ. അയ്യോ വക്കീലെ, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കാം. എന്നും ബുദ്ധി പറഞ്ഞു കൊടുത്ത് മടുത്ത്. ഉത്തമൻ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. കഴുതക്കാലൊന്ന് ചെറുതായിട്ട് പിടിച്ചു നോക്കിയാലോ? അതെ, ഗോവിന്ദൻകുട്ടി അങ്ങനെയല്ല. ആ ഗോവിന്ദൻകുട്ടി വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നും ശരിയായില്ല എന്ന് എനിക്ക് അറിയാം. ഗോവിന്ദൻകുട്ടിയുടെ മുന്നിൽ വെച്ച് മോഹനേട്ടനെ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഭർത്താവ് ഭാര്യയെ വഴക്കു പറഞ്ഞു എന്നിരിക്കും. അതിനുടനെ വഴക്കുണ്ടാക്കാൻ വരികയല്ല അനുസരണയുള്ള ഒരു ഭാര്യ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ലിസിയുടെ കാര്യം തന്നെ എടുക്കാം. ലിസി ജൂബിലി ഫിനാൻസിൽ വലിയൊരു ഉദ്യോഗസ്ഥയാണ്. നിന്നേക്കാൾ കൂടുതൽ വരുമാനവും ഉണ്ട്. പക്ഷേ വീട്ടിൽ അതൊന്നും കാണിക്കില്ല. ഒരു ദിവസം ഞാൻ ഏലിയാസിനെ കാണാൻ അവിടെ ചെന്നപ്പോ ലിസി എനിക്കും ഏലിയാസിനും ചായ ഉണ്ടായി കൊണ്ടുവന്നു. ചായയിൽ പഞ്ചസാര കൂടുതലായിരുന്നു. വേണമെങ്കിൽ ക്ഷമിക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് ഏലിയാസ് ലിസിയെ വഴക്ക് പറഞ്ഞു. എന്നാ അവിടെ കാണിച്ചത്? ആവർത്തിച്ച ആടിച്ചിന് അടമ്പല് പിടിക്കും എന്നൊക്കെ എന്ന് പോലും ഏലിയാസ് പറഞ്ഞിട്ടും ലിസി എല്ലാം മിണ്ടാതെ നിന്ന് കേട്ടു. ഏറ്റവും ഒടുവിൽ എനിക്കൊരു അബദ്ധം പറ്റിയ മേൽ ആവർത്തിക്കില്ല എന്ന് ലിസി പറഞ്ഞു. ഭാര്യമാരായാൽ അങ്ങനെ വേണം. ലിസിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ അവിടെ വെച്ച് അപ്പൊ തന്നെ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞേനെ, ശരിയല്ലേ? ലിസി ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ സാരി മാത്രമേ ഉടുക്കൂ. ചുരിദാറിട്ട് പള്ളിയിൽ പോകരുത് എന്ന് ഏലിയാസ് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യോ? ഇല്ല. ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് നീ പറയും. ഞാൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും മോഹനേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു ഡ്രസ്സ് ഞാൻ ഇടാറില്ലല്ലോ. അതെ അതെ, എന്തായാലും ലിസി ഇങ്ങോട്ട് വരികയല്ലേ. ഇനി അവരുടെ കേസ് ഞാൻ ഏക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനല്ലേ അതിന് കുറവ്. ഞാൻ ആ കേസ് ഏറ്റേക്കാം. അത് നീ തീരുമാനിച്ചാ പോരാ. എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. ആരും പുറത്തൊന്നും എന്തിനും മോനോട്ട് ഓരോരോ വ്യവസ്ഥകള് ആവശ്യമുണ്ട്. ലിസി വരുമ്പോൾ നീ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഞാൻ നോക്കും. എന്നെ ബഹുമാനിച്ചും അംഗീകരിച്ചും മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. എന്നെ പറ്റി എന്തെങ്കിലും കളിയാക്കി പറയോ എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുകയോ ചെയ്താൽ അപ്പ ഞാൻ ഏലിയാസിനെ വിളിക്കും. മനസ്സിലായല്ലോ? ഒരു ഭാര്യ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല എങ്കിൽ നീ ലിസിയോട് ചോദിച്ച് മനസ്സിലാക്ക. ധിക്കാരം പെണ്ണുങ്ങൾക്ക് നല്ലതിനല്ല. ലിസിയാണ്. നീ എന്നെ പറ്റി ലിസിയോട് സംസാരിക്കുന്നത് പോലെ ഇരിക്കും നിനക്ക് ആ കേസ് കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ ഒരു കാര്യം, എന്താ? ലിസിയുടെ മുന്നിൽ വെച്ച് മോഹനേട്ടൻ എന്നെ ഒന്നും പറയാൻ പാടില്ല. നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്ന് ലിസി വിചാരിച്ചോട്ടെ. ആലോചിക്കാം. ഇന്ന് നിന്നെ ശരിയാക്കി തരാം ഭാമ. അവൾ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് കാര്യം.
ഗുഡ് മോർണിംഗ് സത്യഭാമ. ഗുഡ് മോർണിംഗ്. ലിസി വരുമെന്ന് മോഹനേട്ട പറഞ്ഞിരുന്നു. വരൂ, കേറിയിരിക്കാം. ഇരിക്കാൻ മാത്രം കാര്യമൊന്നുമില്ല. കേസിന്റെ കാര്യം പറയണം, സത്യഭാമയുടെ തീരുമാനം അറിയണം, പോണം. 9 മണിക്ക് ഓഫീസിൽ ചെന്നില്ലെങ്കിൽ മാത്തച്ഛ സാറിന്റെ സ്വഭാവം മാറും. സമയനിഷ്ഠം നല്ല കാര്യം തന്നെയാ. അതൊക്കെ മോഹനേട്ടനെ കണ്ട് പഠിക്കണം. 9:38 ഇവിടെ ഇറങ്ങും. 9:55 ആഫീസിലെത്തും. എല്ലാ കാര്യത്തിലും ഭയങ്കര ചിട്ടയാണ്. രാവിലെ ചായ കുടിക്കുന്നതിനും പത്രം വായിക്കുന്നതിനും കുളിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും എല്ലാത്തിനും മോഹനേട്ടന് കൃത്യസമയമുണ്ട്. 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് വഴക്കുറപ്പാ. പിന്നെ മോഹനേട്ടൻ വലിയൊരു വില്ലേജ് ഓഫീസർ അല്ലേ, എന്തുമാത്രം ഉത്തരവാദിത്തപ്പെട്ട ജോലിയാ ചെയ്യണത്. അങ്ങനെയുള്ള ഒരാളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ഭാര്യ എന്നുള്ളതിൽ എന്റെ കടമ. അപ്പോ സത്യഭാമയുടെ ജോലി ഉത്തരവാദിത്വമുള്ളല്ലേ? അതെ, പക്ഷെ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ജോലി മോഹനേട്ടൻ്റെതാണല്ലോ. എന്ന് ആര് പറഞ്ഞു? കഷ്ടപ്പെട്ട് കേസ് പഠിച്ച് കോടതിയിൽ പോയി വാദിച്ച് ജയിക്കുന്നതിന്റെ പകുതി പ്രയാസമുണ്ടോ വില്ലേജ് ഓഫീസിൽ പോയി കരം തീർത്ത് രസീത് കൊടുക്കാൻ? എന്റെ സത്യഭാമേ, ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ. അവര് ചെയ്യുന്നതൊക്കെ വലിയ ആനക്കാരിയാണെന്ന് പറയും. പെണ്ണുങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു വിലയുമില്ല. എന്റെ വീട്ടിലുണ്ട് ഒരു യോഗ്യൻ, ഇതേ സ്വഭാവ. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു, മടുത്തു. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് നാണക്കേടാവണ്ടെന്ന് കരുതിയാ ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചത്. നമ്മൾ ക്ഷമിക്കുമ്പോ ഇവർക്കത് വളവാ. ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. ഡിവോഴ്സ് കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അല്ല ലിസി, എന്തൊക്കെയാ പറയുന്നേ? പിന്നല്ലാതെ ഇനി ആ മനുഷ്യന്റെ മുഷ്ക് സഹിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. കേസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഞങ്ങളുടെ കമ്പനി വക്കീലിനെ ആദ്യം കണ്ടത് അഡ്വക്കേറ്റ് സത്യശീലൻ. അങ്ങേർക്ക് ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. അപ്പോഴാ സത്യഭാമയുടെ കാര്യം ഓർത്തത്. അല്ലെങ്കിലും ഒരു പെൺവക്കീലല്ലേ നല്ലത്. എന്റെ പ്രയാസങ്ങൾ മനസ്സിലാവുമല്ലോ. സത്യഭാമ എന്തു പറയുന്നു? അല്ല, ഞാൻ മോഹനേട്ടനോട് ഒന്ന് ചോദിച്ചിട്ട്. എന്തിന്? നമ്മുടെ ജോലിക്കാര്യത്തിൽ തലയിടാൻ ഒരിക്കലും ആണുങ്ങളെ സമ്മതിക്കരുത്. സത്യഭാമയുടെ കാര്യം സത്യഭാമ തീരുമാനിക്കണം. ഇനിയിപ്പോ മോഹനകൃഷ്ണൻ സാർ ഉടക്കാൻ വന്നാ എന്താ വേണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. നിയമം പഠിച്ച ആളല്ലേ സത്യഭാമ. ഞാൻ ലിസിയെ വിളിച്ചോളാം ഇന്ന് തന്നെ. വക്കീൽ ഓഫീസിൽ പോയി ബാക്കിയുള്ള കേസിന്റെ കാര്യമൊക്കെ ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. മതി, പക്ഷേ ഇന്ന് തന്നെ പറയണം. സത്യഭാമയ്ക്ക് അസൗകര്യമാണെങ്കിൽ എനിക്ക് വേറെ വക്കീലിനെ നോക്കാനാ. ശരി ശരി. മോനേട്ടാ, എന്താ ഇവിടെ തുണിയലൊക്കെ കണ്ടായിരുന്നു? വാ. ആണോ? അപ്പൊ എങ്ങനെയാ ലിസി ഏലിയ സാറിനോട് പെരുമാറുന്ന പോലെ ഞാനും ഇനി പെരുമാറട്ടെ? ഈ ലിസി ഭയങ്കര അഹങ്കാരിയാ. ആഹാ, അങ്ങനെയല്ലല്ലോ കുറച്ചു മുന്നേ പറഞ്ഞത്. മോഹനേട്ടാ, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റുള്ളവരുടെ മുന്നിൽ അവർ നന്നായിട്ട് പെരുമാറി കാണിക്കും, നാണക്കേട് ഒഴിവാക്കാൻ. അത് അഭിനയമാണ്. ആ അഭിനയം കണ്ട് വീട്ടിൽ വന്ന് എന്നെ പോലൊരു ഭാര്യയെ പഠിപ്പിക്കാൻ നിന്നാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ലിസിയുടെ കേസ് നീ വാദിക്കാനൊന്നും പോണ്ട. ആഹാ, എന്ത് പറഞ്ഞ അങ്ങനെയാ? ലിസി എന്ത് വിചാരിക്കും? നീ കേസ് വായിച്ച ഏലിയസ് എന്ത് വിചാരിക്കും? ശരി, ഞാൻ കേസ് വേണ്ടത് വെക്കാം. പക്ഷേ എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. എന്ത്? ആരെയും ഭർത്താവ് തമ്മിൽ എന്ത് വ്യവസ്ഥ? അതൊന്നും ശരിയല്ലേ ബാബ. നമുക്ക് ഈ കേസ് വേണ്ട. ഭർത്താവിന് ഭാര്യയുടെ മുമ്പിൽ വ്യവസ്ഥകൾ വയ്ക്കാമെങ്കിൽ ഭാര്യയ്ക്ക് തിരിച്ചുമാവാം. പക്ഷേ ലിസിയെ കണ്ടുപഠിക്കണമെന്ന വില്ലേജ് ഓഫീസറുടെ വ്യവസ്ഥ എന്തായാലും കടന്ന കൈയായി പോയി. സത്യഭാമ ആ വിഡ്ഢിത്തത്തിന് പോവില്ല എന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം. തുടരും.